നായ്ക്കുറുക്കൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നായയും കുറുക്കനും ചേർന്നിട്ടുള്ള എന്തോ അനിമലാണെന്ന്. എന്നാൽ ഇവർ നായയും കുറുനരിയും കൂടി ക്രോസ് ബ്രീഡ് ചെയ്താണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ നായക്കുറുക്കൻ എന്നത് ഒഫീഷ്യലായിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്ന പേരൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഈ കുറുനരികളെയാണ് കുറുക്കൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നായയും കുറുനരിയും ചേർന്നുണ്ടാകുന്ന ഈ അനിമലിനെ ആൾക്കാർ നായക്കുറുക്കൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ വളർത്തുനായ അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുമായിട്ടുള്ള ക്രോസ് ബ്രീഡിംഗ് ഈ കുറുനരികളുടെ വംശത്തിന് വലിയ രീതിയിലുള്ള അപകടമാണ് വരുത്തിയിരിക്കുന്നത്. ഈ ക്രോസ് ബ്രീഡിംഗ് കൂടി വരുന്നതോടെ കുറുനരികളുടെ ഒറിജിനൽ ബ്രീഡ് ഇല്ലാതാവും. പിന്നെ നാട്ടിലെ നായകളിൽ കണ്ടുവരുന്ന അസുഖങ്ങളൊക്കെ അവരിലേക്ക് പകരാനുള്ള സാധ്യത കൂടും. ഞാൻ ഇവരുടെ വീഡിയോ എടുക്കാൻ പോയിട്ട് 2 ഹൈബ്രിഡ് കുറുനരികളെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഒരു ഒറിജിനൽ കുറുനരിയെ കാണാൻ സാധിച്ചത്. അതിനർത്ഥം നമ്മുടെ നാട്ടിലിപ്പോൾ ഹൈബ്രിഡ് കുറുനരികൾ അത്രയും കൂടിയിട്ടുണ്ട്. ഈ ഹൈബ്രിഡ് കുറുനരികളും നമ്മുടെ ഒറിജിനൽ കുറുനരികളുടെ കൂടെ തന്നെയാണ് കൂട്ടം കൂടി ജീവിക്കുന്നതെങ്കിലും ഒറ്റ നോട്ടത്തിൽ അവർ കുറുനരികളുടെ സ്വഭാവങ്ങൾ തന്നെയാണ് കാണിക്കുന്നതെങ്കിലും നമ്മുടെ നാട്ടിലെ പട്ടികളുടെ ക്യാരക്ടേഴ്സും ഈ കുറുനരികളുടെ ജീനിൽ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അതും ഈ കുറുനരികളുടെ നിലനിൽപ്പിനും നമ്മുടെ എക്കോസിസ്റ്റത്തിനും വലിയ വെല്ലുവിളിയായിരിക്കും.